കേരളം വീണ്ടും ഒരു ചരിത്രത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിനോടനുബന്ധിച്ച് അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന മഹാപ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിക്കും. ഇത് രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സ്വീകരിച്ച ഏറ്റവും മഹത്തായ ലക്ഷ്യത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതിദാരിദ്ര്യം മുഴുവനായി ഇല്ലാതാക്കുക. 2021 തുടർഭരണം നേടിയ LDF സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുകയും മഹാമാരികളും സാമ്പത്തിക പ്രതിസന്ധികളും നിറഞ്ഞ കാലത്തും പ്രത്യാശ നഷ്ടപ്പെടാതെ മുന്നേറുകയും ചെയ്തതാണ്. ഇത് വെറും ഭരണ നേട്ടമല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തിയ സാമൂഹ്യ നീതിയുടെ പ്രതിജ്ഞ കൂടിയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കണക്കുകളൊന്ന് നോക്കാം. ആദ്യഘട്ട സർവേയിൽ 64,006 അതിദാരിദ്ര്യ കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. ഇവരിൽ 4,421 കുടുംബങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗവും ഏകാംഗ കുടുംബങ്ങളാണ്. നാടോടികളായ 261 കുടുംബങ്ങളെ കണ്ടെത്താനായിട്ടില്ല. ഇവരിൽ പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിപ്പോയവരാണ്. വിശദമായ പരിശോധനകളിലൂടെ 47 കേസുകളിൽ ഒരു കുടുംബത്തിലെ വ്യത്യസ്ത അംഗങ്ങൾ വ്യത്യസ്ത പഞ്ചായത്തുകളിൽ പട്ടികപ്പെടുത്തിയിരുന്നതായും കണ്ടെത്തി. അവരെ ഒരുമിച്ച് പരിഗണിക്കുന്ന പ്രത്യേക മൈക്രോ പ്ലാൻ തയ്യാറാക്കി. അവസാനം 59,277 കുടുംബങ്ങളാണ് യഥാർത്ഥ അതിദാരിദ്ര്യ വിഭാഗമായി തിരിച്ചറിഞ്ഞത്. ഇവരെല്ലാം ഈ പദ്ധതി വഴിയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇതോടെ അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന ആശയം വെറും വാക്കല്ല, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 62 ലക്ഷം പേർക്ക് മാസം തോറും ലഭിക്കുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻ 2,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഒറ്റയടിക്കുള്ള 400 രൂപയുടെ വർധന ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യാശയായി. വർഷം തോറും 1,300 കോടി രൂപ സർക്കാർ ചെലവഴിക്കുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായി പുതിയ പദ്ധതി നടപ്പിലാക്കുന്നു. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്മൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം തോറും 1,000 രൂപ പെൻഷൻ അനുവദിക്കും. 31.34 ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതിയിലൂടെ 18 മുതൽ 30 വയസ്സ് വരെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് മാസം തോറും 1,000 രൂപ വീതം ലഭിക്കും. 5 ലക്ഷം യുവതി യുവാക്കൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സർക്കാർ ഇതിനായി 600 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറ്റോറിയം 1,000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. അംഗനവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനും പ്രതിഫലം 1,000 രൂപ വീതം ഉയർത്തും. ഇതിനും വർഷം തോറും 250 കോടി രൂപ ചെലവഴിക്കും. കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീ പദ്ധതിക്ക് വർഷം തോറും 23.4 കോടി രൂപയുടെ അധിക ധനസഹായം നൽകും. സംസ്ഥാനത്തെ 19,470 ADSകൾക്ക് മാസം തോറും 1,000 രൂപ വീതം പ്രവർത്തന ഗ്യാരന്റായി ലഭിക്കും. ഇത് സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ ബലം നൽകും. ഈ സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പ്രഖ്യാപന ചടങ്ങിൽ നടന്മാരായ കമൽഹാസൻ MP, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ചടങ്ങുകളിൽ പങ്കാളികളാവും. പ്രതിപക്ഷ നേതാവിനെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പരിപാടിയുടെ വിജയത്തിനായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ചെയർമാനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. വോട്ടർ പട്ടികയിലോ ആധാർ കാർഡിലോ പോലും പേരില്ലാത്ത സമൂഹത്തിന്റെ അതിരുകളിലെ ആളുകളെ കണ്ടെത്തി അവരെ അഭിമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കിയതാണ് ഈ പദ്ധതിയുടെ അത്ഭുതം. സർക്കാരിന്റെ കണക്കുകൾ പറയുന്നത് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ഹൃദയധ്വനിയാണ് ഈ നേട്ടം. അതിദാരിദ്ര്യരഹിത കേരളം ഇനി വെറും മുദ്രാവാക്യമല്ല, ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകിയ ഒരു ജനാധിപത്യത്തിന്റെ ജീവനുള്ള തെളിവാണത്. സാഗ് ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.